ഓം ശാന്തി 25/11/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ് പറയുന്നു, മധുരമായ കുട്ടികളെ, ശാന്തിയുടെ ഗുണം ഏറ്റവും വലിയ ഗുണമാണ്. അതിനാൽ ശാന്തമായി സംസാരിക്കൂ. അശാന്തി വ്യാപിപ്പിക്കുന്നത് അവസാനിപ്പിക്കൂ. ചോദ്യം: സംഗമയുഗത്തിൽ ബാബയിൽ നിന്നും കുട്ടികൾക്ക് ഏതൊരു സമ്പത്ത് ലഭിക്കുന്നു? ഗുണവാന്മാരായ കുട്ടികളുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: ഒന്നാമതായി ജ്ഞാനത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. 2 ശാന്തിയുടേത്. 3 ഗുണങ്ങളുടേത്. ഗുണവാന്മാരായ കുട്ടികൾ സദാ സന്തോഷമായിരിക്കും. ആരുടെയും അവഗുണം നോക്കുകയില്ല. ആരുടെയും കംപ്ലൈൻറ്റ് പറയുകയില്ല. ആരിൽ അവഗുണമുണ്ടോ അവരോട് കൂട്ടുകൂടുകയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ കേട്ടും കേൾക്കാതിരുന്ന് തൻ്റെ ലഹരിയിൽ ഇരിക്കും. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഒന്നാമതായി നിങ്ങൾക്ക് ബാബയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയിൽ നിന്നും ഗുണങ്ങൾ എടുക്കണം. പിന്നെ ഈ ചിത്രങ്ങളിൽ നിന്നും അഥവാ ലക്ഷ്മി നാരായണനിൽ നിന്നും ഗുണങ്ങൾ എടുക്കണം. ബാബയെ ശാന്തിയുടെ സാഗരം എന്ന് പറയുന്നു. അപ്പോൾ ശാന്തിയും ധാരണ ചെയ്യേണ്ടത് ആവശ്യമാണ്. ശാന്തിക്ക് വേണ്ടി തന്നെയാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്. അന്യോന്യം ശാന്തമായി സംസാരിക്കൂ. ഈ ഗുണം എടുക്കുന്നു. ജ്ഞാനത്തിൻ്റെ ഗുണം എടുത്തുകൊണ്ടേയിരിക്കണം. ഈ നോളജ് പഠിക്കേണ്ടതുണ്ട്. ഈ നോളജ് കേവലം ഈ വിചിത്രമായ ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വിചിത്രമായ ആത്മാക്കൾ അഥവാ കുട്ടികൾ പഠിക്കുന്നു. ഇതാണ് ഇവിടുത്തെ പുതിയ പ്രത്യേകത. അതിനെ ആരും അറിയുന്നില്ല. ശ്രീകൃഷ്ണനെ പോലെ ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ശാന്തിയുടെ സാഗരമാണ്. അപ്പോൾ ശാന്തി ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. അശാന്തി സമാപ്തമാകേണ്ടതുണ്ട്. തൻ്റെ പെരുമാറ്റം നോക്കണം. എത്രത്തോളം നമ്മൾ ശാന്തമായി ഇരിക്കുന്നുണ്ട്. ശാന്തി ഇഷ്ടപ്പെടുന്ന ധാരാളം പുരുഷന്മാരുണ്ട്. ശാന്തമായിരിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുന്നു. ശാന്തിയുടെ ഗുണവും വളരെ വലുതാണ്. എന്നാൽ ശാന്തി എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത്? ശാന്തിയുടെ അർത്ഥമെന്താണ്? ഇത് ഭാരതവാസികളായ കുട്ടികൾ അറിയുന്നില്ല. ബാബ ഭാരതവാസികൾക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. ബാബ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ശരിക്കും ഉള്ളിലും ശാന്തി ഉണ്ടായിരിക്കേണ്ടതാണ്. ആരെങ്കിലും അശാന്തമാക്കുകയാണെങ്കിൽ സ്വയം തന്നെയും അശാന്തമാക്കണം എന്നല്ല, പാടില്ല. അശാന്തമാകുന്നതും അവഗുണമാണ്. അവഗുണങ്ങളെ മാറ്റണം. ഓരോരുത്തരിൽ നിന്നും ഗുണങ്ങൾ ഗ്രഹിക്കണം. അവഗുണത്തിൻ്റെ നേർക്ക് നോക്കാൻ പോലും പാടില്ലാത്തതാണ്. ശബ്ദം കേട്ടാൽ പോലും സ്വയം ശാന്തമായിരിക്കേണ്ടതാണ്. കാരണം ബാബയും ദാദായും രണ്ടുപേരും ശാന്തമായിരിക്കുന്നു. ഒരിക്കലും അസ്വസ്ഥമാകുന്നില്ല, നിലവിളിക്കുന്നില്ല. ഈ ബ്രഹ്മാവും പഠിച്ചുവല്ലോ. എത്ര ശാന്തമായിരിക്കുമോ അത്രയും നല്ലത്. ശാന്തിയോടുകൂടി തന്നെയാണ് ഓർമ്മിക്കാൻ സാധിക്കുന്നത്. അശാന്തി ഉള്ളവർക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരിൽ നിന്നും ഗുണങ്ങൾ ഗ്രഹിക്കുക തന്നെ വേണം. ദത്താത്രേയൻ്റെ മറ്റും ഉദാഹരണവും ഇവിടവുമായി യോജിക്കുന്നു. ദേവതമാരെ പോലെ ഗുണവാൻ ആരുമില്ല. ഒരേ ഒരു വികാരമാണ് മുഖ്യം. അതിൻ്റെ മേൽ നിങ്ങൾ വിജയം നേടിക്കൊണ്ടിരിക്കും. കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ വിജയം നേടണം. അവഗുണങ്ങൾ ഉപേക്ഷിക്കണം. നോക്കുവാനും പാടില്ല, പറയുവാനും പാടില്ല. ആരിൽ ഗുണങ്ങളുണ്ടോ അവരുടെ അടുത്ത് തന്നെ പോകണം. കഴിയേണ്ടതും വളരെ മധുരവും ശാന്തവുമായാണ്.
ഒരൽപ്പം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കും. എല്ലാവരിൽ നിന്നും ഗുണങ്ങൾ ഗ്രഹിച്ച് ഗുണവാനാകണം. അറിവും ബുദ്ധിയും ഉള്ളവരാരാണോ അവർ ശാന്തമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പല ഭക്തരും ജ്ഞാനികളെക്കാളും ബുദ്ധിയുള്ളവരും വിനയചിത്തരുമാണ്. ബാബ അനുഭവിയാണല്ലോ. ഇദ്ദേഹം ഏതൊരു ലൗകിക പിതാവിൻ്റെ കുട്ടിയായിരുന്നു. അദ്ദേഹം ടീച്ചറായിരുന്നു. വളരെ വിനയവും ശാന്തമായിരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലും ക്രോധത്തിൽ വരുമായിരുന്നില്ല. ഇതുപോലെ സാധു സന്യാസിമാരാരാണോ അവരുടെ മഹിമ ചെയ്യപ്പെടുന്നു. ഭഗവാനുമായി കണ്ടുമുട്ടുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കാശിയിലും ഹരിദ്വാറിലും പോയി താമസിക്കുന്നു. കുട്ടികൾ വളരെയധികം ശാന്തവും മധുരവുമായിരിക്കണം. ഇവിടെ ആരെങ്കിലും അശാന്തമായി ഇരിക്കുകയാണെങ്കിൽ ശാന്തി വ്യാപിപ്പിക്കുന്നതിന് നിമിത്തമാകാൻ സാധിക്കില്ല. അശാന്തരോട് സംസാരിക്കാൻ പോലും പാടില്ലാത്തതാണ്. അകന്നിരിക്കണം. വ്യത്യാസമുണ്ടല്ലോ. അവർ കൊക്കും മറ്റവർ ഹംസവുമാണ്. ഹംസം മുഴുവൻ ദിവസവും മുത്തുകൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും തൻ്റെ ജ്ഞാനത്തെ സ്മരിച്ചുകൊണ്ടിരിക്കൂ. മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കണം. ആർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാം? ബാബയുടെ പരിചയം എങ്ങനെ നൽകാം? ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഏതെല്ലാം കുട്ടികൾ വരുന്നുവോ അവരെ കൊണ്ട് ഫോം ഫിൽ ചെയ്യിക്കുന്നു. സെൻറ്റേഴ്സിൽ ആരെങ്കിലും കോഴ്സ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ കൊണ്ട് ഫോം ഫിൽ ചെയ്യിക്കണം. കോഴ്സ് കേൾക്കണമെന്നില്ലെങ്കിൽ ഫോം ഫിൽ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ഫോം ഫിൽ ചെയ്യിക്കുന്നത് തന്നെ ഇവരിൽ എന്തെല്ലാമുണ്ട്, എന്താണ് മനസ്സിലാക്കിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. കാരണം ലോകത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഫോമിലൂടെ അവരെക്കുറിച്ച് മുഴുവൻ അറിയാൻ കഴിയുന്നു. ബാബയുമായി ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തുന്നുവെങ്കിലും ഫോം ഫിൽ ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് അറിയുവാൻ കഴിയും. ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് പരിധി ഉള്ളതും പരിധിയില്ലാത്തതുമായ പിതാവിൻ്റെ പരിചയം നൽകണം. കാരണം നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബ വന്ന് തൻ്റെ പരിചയം നൽകി. അപ്പോൾ നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് പരിചയം നൽകുന്നു. ആ ഒന്നിൻ്റെ നാമം ശിവ് ബാബ എന്നാണ്. ശിവ പരമാത്മായ നമ എന്ന് പറയുന്നുണ്ടല്ലോ. അവർ കൃഷ്ണനെ ദേവതായ നമ എന്ന് പറയും. ശിവനെ ശിവ പരമാത്മായ നമ എന്ന് പറയും. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നേടുന്നതിനായി തീർച്ചയായും പവിത്ര ആത്മാവ് ആകേണ്ടി വരും. അത് പവിത്ര ലോകം തന്നെയാണ്. അതിനെ സതോപ്രധാന ലോകം എന്ന് പറയുന്നു. അവിടേക്ക് പോകണമെങ്കിൽ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇത് വളരെ സഹജമാണ്. ആരെക്കൊണ്ടും ഫോം ഫിൽ ചെയ്യിച്ച ശേഷം നിങ്ങൾ കോഴ്സ് എടുക്കുന്നു. ഒരു ദിവസം ഫിൽ ചെയ്യിക്കൂ, പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കൂ, വീണ്ടും ഫിൽ ചെയ്യിക്കൂ. അപ്പോൾ നമ്മൾ അവരെ എന്ത് മനസ്സിലാക്കിച്ചു, അത് ഓർമ്മയുണ്ടോ അതോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. 2 ദിവസത്തെയും ഫോമിൽ വ്യത്യാസം തീർച്ചയായും ഉണ്ടാകും എന്നത് നിങ്ങൾ കാണും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് മനസ്സിലാക്കിയത്. നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതോ ഇല്ലയോ? ഈ ഫോം എല്ലാവരുടെയും അടുക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ മുരളിയിൽ ഡയറക്ഷൻ നൽകുന്നു. അപ്പോൾ വലിയ വലിയ സെൻറ്റേഴ്സ് പെട്ടെന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഫോം വയ്ക്കണം. ഇല്ലെങ്കിൽ എങ്ങനെ അറിയാൻ കഴിയും? സ്വയവും ഫീൽ ചെയ്യുന്നു. ഇന്നലെ എന്തെഴുതിയിരുന്നു, ഇന്ന് എന്താണ് എഴുതുന്നത്? ഫോം വളരെ ആവശ്യമാണ്. പ്രത്യേകം പ്രിൻ്റ് ചെയ്താലും സാരമില്ല. അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് പ്രിൻ്റ് ചെയ്ത് എല്ലാ സ്ഥാനത്തേക്കും അയക്കണം. ഇതാണ് മറ്റുള്ളവരുടെ മംഗളം ചെയ്യുക എന്നത്.
കുട്ടികളായ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ദേവീ ദേവത ആകുന്നതിന് വേണ്ടിയാണ്. ദേവത എന്ന വാക്ക് വളരെ ഉയർന്നതാണ്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നവരെയാണ് ദേവത എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ദൈവിക ഗുണം ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ എക്സിബിഷൻ അഥവാ മ്യൂസിയം ഉണ്ടായിരിക്കുമോ അവിടെ ഈ ഫോം ധാരാളം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അവസ്ഥ എങ്ങനെയുള്ളതാണ് എന്നറിയാൻ കഴിയും. മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. കുട്ടികൾ സദാ ഗുണങ്ങൾ തന്നെയാണ് വർണ്ണിക്കേണ്ടത്. അവഗുണങ്ങൾ ഒരിക്കലും പാടില്ല. നിങ്ങൾ ഗുണവാൻ ആകുന്നുവല്ലോ. ആരിൽ ധാരാളം ഗുണമുണ്ടായിരിക്കുമോ അവർക്ക് മറ്റുള്ളവരിലും ഗുണങ്ങൾ പകരുവാൻ സാധിക്കും. അവഗുണം ഉള്ളവർക്ക് ഒരിക്കലും ഗുണങ്ങൾ പകർന്നു നൽകാൻ കഴിയില്ല. കുട്ടികൾക്കറിയാം, വളരെയധികം സമയം അവശേഷിക്കുന്നില്ല. പുരുഷാർത്ഥം വളരെയധികം ചെയ്യേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ദിവസവും യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതീന്ദ്രിയ സുഖം എന്താണ് എന്ന് ഗോപികമാരോട് ചോദിക്കൂ എന്ന് ഏതൊരു മഹിമയാണോ ഉള്ളത് അത് അവസാനത്തെ കാര്യമാണ്. ഇപ്പോൾ നമ്പർ വൈസാണ്. ചിലരാണെങ്കിൽ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. ആഹാ, നമുക്ക് പരംപിത പരമാത്മാവിനെ ലഭിച്ചു. ആ ഒന്നിൽ നിന്നും നമ്മൾ സമ്പത്ത് നേടുന്നു. അവരുടെ അടുക്കൽ ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടാവുക സാധ്യമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ പോലും കേട്ടും കേൾക്കാതിരുന്ന് തൻ്റെ ലഹരിയിൽ ലഹരി പിടിച്ചിരിക്കണം. ഏതെങ്കിലും രോഗാവസ്ഥയോ ദുഃഖമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കേവലം ഓർമ്മയിലിരിക്കൂ. ഈ കണക്കുകൾ ഇപ്പോൾ തന്നെ സമാപ്തമാക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ 21 ജന്മം പുഷ്പമാകുന്നു. അവിടെ ദുഃഖത്തിൻ്റെ കാര്യമേ ഉണ്ടാകില്ല. സന്തോഷം പോലൊരു പോഷണമില്ല എന്ന് പാടപ്പെടുന്നു. പിന്നെ ആലസ്യവും മറ്റുമെല്ലാം പറന്നു പോകുന്നു. ഇതിലുള്ളത് സത്യമായ സന്തോഷമാണ്, അത് അസത്യമാണ്. ധനം ലഭിച്ചുവെങ്കിൽ, ആഭരണം ലഭിച്ചുവെങ്കിൽ സന്തോഷമുണ്ടാകും. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അതിരറ്റ് സന്തോഷത്തിലിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ 21 ജന്മത്തേക്ക് സദാ സുഖിയായിരിക്കും എന്നത് അറിയുന്നുണ്ട്. നമ്മൾ എന്താകുന്നു എന്ന് സ്മൃതിയിലിരിക്കൂ. ബാബ എന്ന് പറയുമ്പോൾ തന്നെ ദുഃഖം അകന്നു പോകേണ്ടതാണ്. ഇതാകട്ടെ 21 ജന്മങ്ങളുടെ സന്തോഷമാണ്. ഇപ്പോൾ ബാക്കി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ നമ്മുടെ സുഖധാമത്തിലേക്ക് പോകുന്നു. പിന്നെ മറ്റൊന്നും ഓർമ്മയുണ്ടായിരിക്കരുത്. ഈ ബാബ തൻ്റെ അനുഭവം കേൾപ്പിക്കുന്നു. എത്ര സമാചാരം വരുന്നു, കുഴപ്പങ്ങൾ നടക്കുന്നു. ബാബയ്ക്ക് ഒരു കാര്യത്തിൻ്റെയും ദുഃഖം ഉണ്ടാകുന്നില്ല. കേട്ടു, ശരി, ഇത് ഭാവിയാണ്, അതായത് നിശ്ചയിക്കപ്പെട്ടതാണ്. ഇത് ഒന്നും തന്നെയല്ല. നമ്മൾ കാരുണ്യൻ്റെ ഖജനാവ് ഉള്ളവർ ആവുകയാണ്. സ്വയം തന്നോട് സംസാരിക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകുന്നു. വളരെ ശാന്തമായിരിക്കുന്നു. അവരുടെ മുഖവും വളരെ പ്രസന്നമായിരിക്കും. സ്കോളർഷിപ്പും മറ്റും ലഭിക്കുകയാണെങ്കിൽ മുഖം എത്ര ഹർഷിതമായിരിക്കുന്നു. നിങ്ങളും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണനെ പോലെ ഹർഷിത മുഖം ഉണ്ടാകുന്നതിന് വേണ്ടി. ഇവരിൽ ജ്ഞാനം ഇല്ല. നിങ്ങൾക്കാണെങ്കിൽ ജ്ഞാനവുമുണ്ട്. അപ്പോൾ സന്തോഷവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹർഷിത അവസ്ഥയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ദേവതമാരേക്കാൾ നിങ്ങൾ വളരെ ഉയർന്നവരാണ്. ജ്ഞാനസാഗരമായ ബാബ നമുക്ക് എത്ര ഉയർന്ന ജ്ഞാനം നൽകുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഈ ജന്മം വജ്രതുല്യമായി പാടപ്പെടുന്നു. നോളജ്ഫുൾ എന്ന് ബാബയെ തന്നെയാണ് പറയുന്നത്. ഈ ദേവതമാരെ പറയുന്നില്ല. നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് നോളജ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് നോളജിൻ്റെ സന്തോഷമുണ്ടായിരിക്കും. ഒന്നാമതായി ബാബയെ ലഭിച്ചതിൻ്റെ സന്തോഷമുണ്ടാകുന്നു.
നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സന്തോഷമുണ്ടാവുക സാധ്യമല്ല. ഭക്തിമാർഗത്തിൽ ആഴത്തിലുള്ള സുഖം ഉണ്ടായിരിക്കില്ല. ഭക്തിമാർഗത്തിൻ്റേത് ആർട്ടിഫിഷ്യൽ അല്പകാലത്തെ സുഖമാണ്. അതിൻ്റെ പേര് തന്നെ സ്വർഗം, സുഖധാമം, ഹെവൻ എന്നാണ്. അവിടെ അപാര സുഖമാണ്, ഇവിടെ അപാര ദുഃഖമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നു, രാവണ രാജ്യത്തിൽ നമ്മൾ എത്ര മോശമായിരിക്കുകയാണ്. പതുക്കെ പതുക്കെ താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇത് വിഷയസാഗരം തന്നെയാണ്. ഇപ്പോൾ ബാബ ഈ വിഷത്തിൻ്റെ സാഗരത്തിൽ നിന്നും മാറ്റി നിങ്ങളെ ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. കുട്ടികൾക്ക് ഇവിടെ വളരെയധികം മധുരമായി തോന്നുന്നു. പിന്നെ മറന്നു പോകുന്നതിലൂടെ എന്തവസ്ഥയുണ്ടാകുന്നു? ബാബ എത്ര സന്തോഷത്തിൻ്റെ രസം കയറ്റുന്നു. ഈ ജ്ഞാനാമൃതത്തിൻ്റെ തന്നെ മഹിമയാണുള്ളത്. ജ്ഞാനാമൃതത്തിൻ്റെ ഗ്ലാസ് പാനം ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് വളരെ നല്ല ലഹരി കയറുന്നു. പിന്നെ പുറത്തു പോകുമ്പോൾ ആ ലഹരി കുറഞ്ഞു പോകുന്നു. ബാബ സ്വയം ഫീൽ ചെയ്യുന്നു. ഇവിടെ കുട്ടികൾക്ക് നല്ല ഫീലിംഗ് വരുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വലിയ വാരിയേഴ്സാണ്, യോദ്ധാക്കളാണ്. ഈ മുഴുവൻ നോളജും ബുദ്ധിയിലുണ്ട്. അതിലൂടെ നിങ്ങൾ ഇത്രയും പദവി നേടുന്നു. നോക്കൂ, പഠിപ്പിക്കുന്നത് ആരാണ്? പരിധിയില്ലാത്ത ബാബ പൂർണ്ണമായും പരിവർത്തനപ്പെടുത്തുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഹൃദയത്തിൽ എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റുള്ളവർക്കും സന്തോഷം നൽകട്ടെ എന്നതും ഹൃദയത്തിൽ വരേണ്ടതാണ്. രാവണൻ്റേത് ശാപമാണ്, ബാബയുടേത് സമ്പത്താണ് ലഭിക്കുന്നത്. രാവണൻ്റെ ശാപം കാരണം നിങ്ങൾ എത്ര ദുഃഖിതരും അശാന്തവുമായിരിക്കുന്നു. ധാരാളം ഗോപന്മാരുമുണ്ട്. അവർക്ക് സർവീസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടാകുന്നു. എന്നാൽ കലശം മാതാക്കൾക്കാണ് ലഭിക്കുന്നത്. ശക്തിദളം ആണല്ലോ. വന്ദേ മാതരം എന്ന് പാടപ്പെടുന്നു. ഒപ്പം വന്ദേ പിതരവും തീർച്ചയായും ഉണ്ട്. എന്നാൽ നാമം മാതാക്കളുടേതാണ്. ആദ്യം ലക്ഷ്മി, പിന്നെ നാരായണൻ. ആദ്യം സീത, പിന്നീട് രാമൻ. ഇവിടെ ആദ്യം മേലിൻ്റെ നാമവും പിന്നെ സ്ത്രീയുടേതും എഴുതുന്നു. ഇതും കളിയാണല്ലോ. ബാബ എല്ലാം മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിമാർഗത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കിക്കുന്നു. ഭക്തിയിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? ജ്ഞാനം ഇല്ലാത്തതുവരെയും അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നന്നാക്കുന്നു. നിങ്ങളുടെ ദൈവിക ക്യാരക്ടർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 5 വികാരങ്ങളിലൂടെ ആസുരീയ ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നു. എത്ര ചേഞ്ച് ഉണ്ടാകുന്നു? അപ്പോൾ ചേഞ്ചിൽ വരേണ്ടതാണല്ലോ. ശരീരം വെടിയുകയാണെങ്കിൽ പിന്നെ ചേഞ്ച് ഉണ്ടാവുക സാധ്യമല്ല. ബാബയിൽ ശക്തിയുണ്ട്. എത്ര പേരിൽ ചേഞ്ച് കൊണ്ടുവരുന്നു? പല കുട്ടികളും തൻ്റെ അനുഭവം കേൾപ്പിക്കുന്നു. നമ്മൾ വളരെയധികം കാമിയും മദ്യപാനിയുമായിരുന്നു. നമ്മളിൽ വലിയ ചേഞ്ച് ഉണ്ടായി. ഇപ്പോൾ നമ്മൾ വളരെ സ്നേഹത്തോടെ കഴിയുന്നു. സ്നേഹത്തിൻ്റെ കണ്ണുനീരും വരുന്നു. ബാബ വളരെയധികം മനസ്സിലാക്കിക്കുന്നു. എന്നാൽ ഈ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നു. ഇല്ലെങ്കിൽ പിന്നെ സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കേണ്ടതാണ്. നമ്മൾ വളരെ പേരുടെ മംഗളം ചെയ്യട്ടെ. മനുഷ്യർ വളരെ ദുഃഖിതരാണ്. അവർക്ക് വഴി പറഞ്ഞു കൊടുക്കട്ടെ. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു. അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടിയും വരുന്നു. ഇവർ എല്ലാവരെയും സഹോദരി സഹോദരൻ ആക്കി മാറ്റുന്നു എന്ന ശബ്ദം മുൻപേ ഉള്ളതാണ്. സഹോദരൻ്റെയും സഹോദരിയുടെയും ബന്ധം നല്ലതാണല്ലോ. നിങ്ങൾ ആത്മാക്കളാണെങ്കിൽ സഹോദരന്മാരാണ്. എന്നിരുന്നാലും ജന്മജന്മാന്തരങ്ങളിലെ ഏതൊരു ദൃഷ്ടിയാണോ ഉറച്ചുപോയത് അത് ഇല്ലാതാകുന്നില്ല. ബാബയുടെ അടുക്കലാണെങ്കിൽ വളരെയധികം സമാചാരം വരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ മോശമായ ലോകത്തിൽ നിന്നും നിങ്ങൾ കുട്ടികളുടെ മനസ്സ് മാറേണ്ടതാണ്. പുഷ്പമായി മാറണം. എത്ര ജ്ഞാനം കേട്ടിട്ടും മറന്നു പോകുന്നു.
മുഴുവൻ ജ്ഞാനവും പറന്നു പോകുന്നു. കാമം മഹാശത്രുവാണല്ലോ. ബാബ വളരെ അനുഭവിയാണ്. ഈ വികാരത്തിൻ്റെ പിന്നാലെ രാജാക്കന്മാർ തങ്ങളുടെ രാജപദം പാഴാക്കി. കാമം വളരെ മോശമായ ഒന്നാണ്. എല്ലാവരും പറയുകയും ചെയ്യുന്നു, ബാബ ഇത് വളരെ കടുത്ത ശത്രുവാണ്. ബാബ പറയുന്നു, കാമത്തെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. എന്നാൽ കാമവികാരം ഈ വിധം കടുത്തതാണ്. പ്രതിജ്ഞ ചെയ്ത ശേഷം വീണ്ടും വീണ പോകുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് ആരെങ്കിലും നന്നാകുന്നത്. ഈ സമയത്ത് മുഴുവൻ ലോകത്തിൻ്റെയും ക്യാരക്ടർ കേടായി പോയിരിക്കുകയാണ്. പാവന ലോകം എപ്പോഴുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായി? ഇവർ രാജ്യഭാഗ്യം എങ്ങനെ നേടി? ഇത് ഒരിക്കലും ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. നിങ്ങൾ വിദേശത്തും മറ്റും പോകുന്ന സമയം വരും. അവരും കേൾക്കും പാരഡൈസ് എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത് എന്ന്. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, മറ്റെല്ലാ കാര്യങ്ങളും മറക്കണം. ശരി, മധുരമധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ജ്ഞാനം സ്മരിച്ച് മുത്തുകൾ പിറക്കുന്ന ഹംസമാകണം. എല്ലാവരിൽ നിന്നും ഗുണങ്ങൾ ഗ്രഹിക്കണം. പരസ്പരം ഗുണങ്ങൾ തന്നെ പകർന്നു നൽകണം. തൻ്റെ മുഖം സദാ പ്രസന്നമാക്കി വയ്ക്കുന്നതിനായി സ്വയം തന്നോട് സംസാരിക്കണം. ആഹാ, നമ്മൾ കാരുണ്യൻ്റെ ഖജനാവിൻ്റെ അധികാരിയാകുന്നു. ജ്ഞാനസാഗരമായ ബാബയിലൂടെ നമുക്ക് ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വരദാനം: തൻ്റെ ടൈറ്റിലിൻ്റെ സ്മൃതിയോടൊപ്പം സമർത്ഥ സ്ഥിതി ഉണ്ടാക്കുന്ന സ്വമാനധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സ്വയം ബാബ തൻ്റെ കുട്ടികൾക്ക് ശ്രേഷ്ഠ ടൈറ്റിൽ നൽകുന്നു. അപ്പോൾ ആ ആത്മീയ ലഹരിയിൽ ഇരിക്കൂ. എങ്ങനെയുള്ള ടൈറ്റിൽ ഓർമ്മ വന്നുവോ അങ്ങനെയുള്ള സമർത്ഥ സ്ഥിതി ഉണ്ടാകണം. ഏതുപോലെ താങ്കളുടെ ടൈറ്റിലാണ് സ്വദർശന ചക്രധാരി. അപ്പോൾ ഈ സ്മൃതി വരുമ്പോൾ തന്നെ പരദർശനം സമാപ്തമാകണം. സ്വദർശനത്തിന് മുന്നിൽ മായയുടെ കഴുത്ത് ഛേദിക്കപ്പെടണം. മഹാവീരനാണ്. ഈ ടൈറ്റിൽ ഓർമ്മ വരുമ്പോൾ സ്ഥിതി അചഞ്ചലവും ഉലയാത്തതും ആകണം. ടൈറ്റിലിൻ്റെ സ്മൃതിയോടൊപ്പം സമർത്ഥ സ്ഥിതി ഉണ്ടാക്കൂ. അപ്പോൾ ശ്രേഷ്ഠ സ്വമാനധാരി എന്ന് പറയും. സ്ലോഗൻ: അലയുന്ന ആത്മാക്കളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനായി തിരിച്ചറിയാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. എൻ്റെ ബാബ എന്ന സങ്കല്പത്തിൽ ശിവബാബയുടെ സമീപത്തായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയും പരമാത്മാ ജ്യോതിയുമായുള്ള ഈ മഹാമിലനത്തിലൂടെ ഞാൻ പരമാത്മാ സ്നേഹത്തിൽ ലൗലീൻ ആകുന്നു. സർവ വരദാനങ്ങളും അടങ്ങിയ ഈ
പരമാത്മാ സ്നേഹം എന്നെ എൻ്റെ സതോ ഗുണി സംസ്കാരങ്ങളെ പ്രത്യക്ഷമാക്കുന്നു. സമാന സ്വരൂപമാക്കി മാറ്റുന്നു. ശക്തിശാലി സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ വിരാജിക്കുന്നു. വിശ്വമാകെ ശക്തിശാലി തരംഗങ്ങൾ വ്യാപിപ്പിക്കുന്നു.